ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇന്റർവ്യൂവിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. വീണ്ടും ദൈവനാമ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ വേദഭാഗത്തു നിന്ന് സുപ്രധാനമായ ചില ചിന്തകൾ പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാം എന്തിനുള്ളവരാണ്? എവിടേക്ക് പോകുന്നവരാണ്? നമ്മൾ എന്താണ് വെളിപ്പെടാനുള്ളത്? ലോകത്തിൽ നാം എന്തായിരിക്കണം എന്നൊക്കെ ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ആ വാക്യത്തിൽ നിന്ന് തന്നെ നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ, തേജസ് ചിന്തിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണല്ലോ റോമർ 8-ാം അധ്യായം. അങ്ങോട്ട് കിടക്കുന്നില്ല. ഒറ്റ വാക്യത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്തയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനാണ് എൻ്റെ ശ്രമം. നമ്മെ പിന്നെ എന്ത് തേജസ്സെന്ന് പറയുമ്പോൾ, വെളിപ്പെടാനുള്ള തേജസ്സെന്ന് പറഞ്ഞേച്ച് ഒരു വാക്യം, സാധാരണ ഞാൻ 2 വാക്യങ്ങൾ ഇൻ്റർചേഞ്ചബിളായിട്ട് പരസ്പര ബന്ധിതമായി എപ്പോഴും പറയാറുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു വീഡിയോ അതിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അല്പസമയത്തേക്ക് ഉള്ള സമയമൊന്നും പറയാനൊക്കത്തില്ല. നൊടിനേരം, അത് ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യഘനം, തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു, കാരണമാകുന്നു. ഇവിടെ ഹേതു എന്ന് പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിചാരിച്ചാൽ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ചിന്തിച്ചാൽ. അപ്പോൾ നാം എന്തിനായി വിളിക്കപ്പെട്ടവരാണ്? 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നു, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടവാശിയും അല്ലെങ്കിൽ പങ്കാളിയും ആയ ഞാൻ. വെളിപ്പെടുവാനുള്ള തേജസ് അല്ലെങ്കിൽ എന്തിനായി കർത്താവ് നമ്മെ രക്ഷിച്ചു? എന്തിനായി നമ്മെ വിളിച്ചു? എന്തിനായി നമ്മെ വീണ്ടെടുത്തു? ഈ ലോകത്തിൽ എന്തിന് യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ച് നാം ജീവിക്കുന്നു? ആ പത്രോസിനെ തന്നെ 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചാൽ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനാ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി. എങ്ങനെ ജനിപ്പിച്ചു? അതിൻ്റെ 21-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവൻ ഉള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ വീണ്ടും ജനനം എങ്ങനെ സാധിച്ചു? ദൈവവചനത്താൽ. മാത്രമല്ല, എടുത്തു പറഞ്ഞു, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നത്. കെടാത്തത്, ജീവനുള്ളത്, നിലനിൽക്കുന്നത് ആ ദൈവവചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. അപ്പോൾ എന്തിന് വീണ്ടും ജനിക്കുക? എന്തിന്? യാക്കോബും ഇത് തന്നെ പറയുന്നു. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ
താൻ പറയുന്നുണ്ടല്ലോ, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടമേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കെടാത്തത്, ജീവനുള്ളത്, നിലനിൽക്കുന്നത് മാത്രമല്ല എന്നേക്കും ഇരിക്കുന്ന ഇവിടെ പറയുന്നു സത്യവചനത്താൽ. അപ്പോൾ ദൈവവചനത്താൽ മാത്രമല്ല, പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ വേറൊരു കാര്യം കൂടെ പത്രോസ് പറയുന്നു. താഴെയുള്ള വാക്യത്തിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറഞ്ഞേച്ച് താഴെയുള്ള വാക്യത്തിൽ പറഞ്ഞു, 25-ാം വാക്യം, പുല്ല് വാടി പൂ തീർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവർ എന്തിന് ജനിച്ചു? അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3-5 വാക്യങ്ങളിൽ നിക്കോദോമോസിനോട് കർത്താവ് വായിച്ചു പറഞ്ഞല്ലോ, പുതുതായി ജനിക്കാഞ്ഞാൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, ദൈവരാജ്യം കാണുകയില്ല. 2 പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ. പുതുതായി ജനിക്കാഞ്ഞ അല്ലെങ്കിൽ വീണ്ടും ജനിക്കാഞ്ഞ അത് നിക്കോദോമസിന് മനസ്സിലായില്ല. പിന്നെ അവൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, വെള്ളത്താലും ആത്മാനാലും വീണ്ടും ജനിക്കാഞ്ഞാൽ അങ്ങോട്ട് കിടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. ചുരുക്കത്തിൽ നമ്മെ ദൈവവചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. ദൈവവചനത്താൽ. അപ്പോൾ ഈ വീണ്ടും ജനം പ്രാപിച്ച എന്തിന്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടാൻ വേണ്ടി ജനിച്ചിരുന്നു. കുറച്ചുകൂടി അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ മാനസാന്തരപ്പെടണം, ധ്യാനപ്പെടണം, പരിശുദ്ധാത്മസാനം പ്രാപിക്കണം, വേർപാടാതിരിക്കണം ഇതൊന്നും പറയാതെ അതിനെ വിശദീകരിക്കാതെ അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് കിടക്കട്ടെ. വീണ്ടും ജനിച്ച പാട് പത്രോസ് പിന്നെയും വേറൊരു കാര്യം പറഞ്ഞു അങ്ങനെയുള്ളവരെ കുറിച്ച്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളോ എന്തിന്? നിങ്ങൾ എവിടെ ആയിരുന്നെന്നും പറയുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്ത വ്യക്തി അന്ധകാരത്തിലാണ്. സത്യത്തിൻ്റെ വചനത്താൽ കെടാത്ത ബീജമായ എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 2:9 പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. എന്തിനെ വിളിച്ചു? അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജനിപ്പിച്ചു? നാം 1-4-5 വായിച്ചു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി തന്നെ, അല്ലെങ്കിൽ ക്ഷയിക്കാത്ത, മാലിന്യമില്ലാത്ത, വാടിപ്പോത്ത അല്ലെങ്കിൽ നിത്യമായ ശാശ്വതമായ തേജസ്സാർന്ന ഒരവകാശമുണ്ടെന്നും അതിനായി വീണ്ടും ജനിച്ചവരെ ദൈവസ്ഥിതിയിൽ സൂക്ഷിക്കുന്നുവെന്നും നാം വായിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്താ ഉണ്ടാകണം? അതാ പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ എങ്ങനെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് പഴയതുപോലെ ജീവിക്കാനോ, പഴയ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ ജീവിക്കാനോ, അതോ ഇവിടെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ? സൽഗുണങ്ങൾ ഘോഷിക്കണമെങ്കിൽ വാ കൊണ്ട് പറഞ്ഞാൽ മതിയോ? എഫേസ്യരുടെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം കാണാം. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവീൻ. നീതിയും സകല സൽഗുണവും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ വെളിച്ചത്തുള്ളവരായി നടക്കണം, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. മുൻപേ ഇരുട്ടായിരുന്നു, അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ
ആ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. ഒരു പ്രയോജനമില്ലാത്ത പ്രവൃത്തികളായിരുന്നു. എന്നാൽ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവർ അവൻ്റെ സൽഗുണങ്ങളെ നമ്മെ ആര് കൊണ്ടുവന്നോ അതേ വ്യക്തിയുടെ സൽഗുണങ്ങൾ ഘോഷിക്കണം. ആര്? വീണ്ടും ജനിച്ചവർ. എങ്ങനെ? ഈ 2 പത്രോസ് 1:4 വാക്യത്തിൽ 2 പത്രോസ് 1:4 വാക്യം, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അവന്റെ വചനത്താൽ വീണ്ടും ജനിച്ചവർ ലോകത്തിൽ മോഹത്താലുള്ള നാശം, ജീർണത വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി തീരാൻ ഇടവരുന്നു. ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളെല്ലാം പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ എന്നാണല്ലോ. പാർട്ടേക്കേഴ്സ്, പങ്കാളികളായിത്തീരുന്നു. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ? വിലയേതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നതുകൊണ്ട്. അപ്പോ അവന്റെ ദിവ്യശക്തി നമ്മെ വീണ്ടും ജനിപ്പിച്ച് അതുമൂലമായിട്ട് ദൈവവചനത്താൽ അവനുള്ളവരാക്കി തീർത്ത് അവന്റെ മക്കളാക്കി അവന്റെ അവകാശികളാക്കി നമ്മെ തീർത്ത് നമ്മെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി തീർക്കുന്നു. അപ്പോ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വരുമ്പോൾ നമ്മൾ പിന്നെയും ദുർഗുണം കാണിക്കാനല്ല, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് വരുമ്പോൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് യേശു പറഞ്ഞായിരുന്നല്ലോ, ഇതിന്റെ പ്രഭാഷണം അധ്യായത്തിന്റെ അവസാന വാക്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണനാകുകയും. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ജനിച്ചു നാം പറയുന്നു. എന്നാൽ വീണ്ടും ജനിച്ചവൻ തൻ്റെ ദൈവവചനത്താൽ വീണ്ടും ജനം പ്രാപിച്ചവന് തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും, രൂപാന്തരം ഉണ്ടാകും, ഇരുള് മാറും. എഫെസ്യത്തിൽ പൗലോസ് പറഞ്ഞത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു, വെളിച്ചമുള്ളവരായി നടപ്പേ. അങ്ങനെ വരുമ്പോ വെളിച്ചത്തിലുള്ളവരായി മാത്രമല്ല, വീണ്ടും നോക്കിയ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം വായിച്ചാൽ, വക്രതയും കോട്ടമുള്ള തലമുറ മധ്യേ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോത്സ്ന പോലെ പ്രകാശിക്കുന്നു. അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഭാവി, നാം എന്തിനായി വിളിക്കപ്പെട്ടു, നാം എന്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ബോധം ഇന്നത്തെ ആളുകൾ നല്ലൊരു ശതമാനത്തിനുമില്ല. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന നല്ലൊരു ശതമാനത്തിനും ഭാവിയെക്കുറിച്ചുള്ള ബോധമില്ല. അല്ലെങ്കിൽ ആ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ തന്നെ വീണ്ടും ചെയ്യുകയില്ലല്ലോ. മുൻപേ ഇല്ലായിരുന്നു, അല്ലെ മുൻപേ ഇപ്പോൾ. ഇവിടെ പത്രോസിനെ പറഞ്ഞത്, നിങ്ങളെ വിളിച്ചവന്റെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാൻ. അപ്പോൾ ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക്. അത്ഭുത പ്രകാശത്തിൽ വന്നവർ, വന്നു അവകാശപ്പെടുന്നവർ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ പ്രാപ്തരാണ്. ദൈവ സ്വഭാവത്തിന് പങ്കാളികളാകാൻ വിലയേതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നു. ജന്മം മൂലമാണല്ലോ നമുക്ക് സ്വഭാവം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്താൽ വിളിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ എങ്ങനെ ആയിരിക്കണം? എന്തിനാ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ നാം ആദ്യം വായിച്ചു. എന്തിന്? മാത്രമല്ല വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 2 Corinthians 5-ാം അധ്യായത്തിൽ
അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിനുള്ളവനാകുമ്പോൾ, അത്ഭുത പ്രകാശത്തിലാകുമ്പോൾ പിന്നെയും പഴയതിന് സ്ഥാനമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മെ എന്തിനായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന നമ്മെ എന്തിനായി വീണ്ടും ജനിപ്പിച്ചു? ക്ഷയം, മാലിന്യം, മാറ്റമില്ലാത്ത അവകാശത്തിനായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും പൗലോസ് തീമോഥെയോസിനെ എഴുതി പറഞ്ഞാൽ ക്രിസ്തുവേശുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ പുത്രന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. മാത്രമല്ല കൊലോസ്യരുടെ 1-ാം അധ്യായത്തിൽ തെളിച്ചു പറഞ്ഞല്ലോ, ഇരുട്ടിന്റെ അധികാരത്തിൽ വിളിച്ച് തന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. മാത്രമല്ല കൊലോസ്യർ 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അവിടെ 2 കാര്യം പറഞ്ഞു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അപ്പോൾ വെളിച്ചത്തിൽ, തേജസ്സിൽ വിശുദ്ധന്മാർക്ക് അവകാശമുണ്ട്. അതിന് നമ്മെ പ്രാപ്തരാക്കി. മാത്രമല്ല നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, തന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പോ കർത്താവായ യേശുവിൽ കൂടെ എത്ര മഹത്തായ കാര്യമാണ് ദൈവം നമുക്ക് തന്നത്. എന്തിനു വേണ്ടി? വെളിപ്പെടാനുള്ള ഒരു തേജസ് ഉണ്ടെന്നും വരുന്ന ഒരു രാജ്യമുണ്ടെന്നും അതിനായി നമ്മെ ഒരുക്കുന്നുവെന്നും ദൈവം പറയുന്നു. എല്ലാവരെയും ഇല്ല. ഇന്ന് അതിന് പകരം ദുഃഖകരമായ പലതും ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒന്നിന് പകരം മറ്റൊന്ന്, അല്ലെങ്കിൽ ദൈവവചനത്തിന് പകരം അമിത പ്രകടനങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു. ദൈവവചനം അനുസരിക്കുന്നതിന് പകരം മറ്റു പല കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുന്നു, മറ്റു പലതിൻ്റെയും പുറകെ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ജനം അറിയേണ്ടതറിയാതെ ഈ ഇരുട്ടിൽ തപ്പുന്നു. അക്കാര്യത്തിൽ ആരോൻ ഇസ്രായേലിനെ കെട്ടഴിച്ചു വിട്ടതുപോലെ ഇന്ന് ദുഃഖകരമായ സംഭവം ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നു. ദൈവജനത്തെ നടത്തുന്നു പറയുന്നവർ അത് നടത്തേണ്ട രീതിയിൽ നടത്താതെ വരുമ്പോൾ അപകടകരമായി സംഭവിക്കുന്നു. ഇന്നത്തെ പ്രസംഗങ്ങൾ പാപബോധം ഉണ്ടാക്കുന്നില്ലല്ലോ. ഭാവി എന്താണെന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടോ, സ്വർഗത്തിലായി, എല്ലാമായി ആയോ. ഇരുട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ടവൻ അതിൽ വിടുവിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം, അല്ലെങ്കിൽ വെളിപ്പെടുത്തണം അവന്റെ ജീവിതത്തിൽ കൂടെ. ഇന്നോ യാതൊരു മാറ്റവുമില്ല. വേറെപ്പെട്ട വിഭാഗങ്ങളിൽ കാണുന്ന ദുഃഖകരമായൊരു സത്യം, മാതാപിതാക്കൾ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ കണ്ടെത്തി ആ നിലയിൽ ദൈവകൃപയിലേക്ക് വന്നു, അവർക്ക് മക്കൾ ജനിച്ചു, മക്കള് വളർന്നു. എന്നാൽ ഈ വളരുന്ന മക്കൾ പല കേസുകളിലും ശരിയാവണ്ണം ദൈവത്തിൻ്റെ പോഷണത്തിലോ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലോ വളരുന്നില്ല. നല്ല മാതൃക അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവർ രക്ഷിക്കപ്പെടുന്നില്ല, ശരിക്ക് വീണ്ടും ജനിക്കുന്നില്ല. മാറിനാൽ സമയം കല്യാണപ്രായമാകുമ്പോൾ നിർബന്ധത്താലോ ഒക്കെ പിടിച്ചു മുക്കും. നിർഭാഗ്യവശാൽ എനിക്കും ഇങ്ങനെയുള്ള ചിലരെ മുക്കണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. ഞാൻ തുറന്നു സമ്മതിക്കുന്നു, മനസ്സോടല്ല, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതൊരു പൊതുവായ കാര്യമായി മാറി. എന്ത് പറ്റുന്നു? അത് വീണ്ടും ജനിച്ചോ അല്ല, വിചാരിച്ച അവകാശമാണോ അതുമല്ല, ദൈവത്തിന് അവകാശമാണോ അതുമല്ല, ഒരു വല്ലാത്തൊരവസ്ഥയിൽ. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഈ ജനത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയൊരു സമ്മിശ്ര ജാതിയും അവരുടെ പോകുന്നു എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലുണ്ട് വലിയൊരു സമ്മിശ്ര ജാതി. ഭർത്താവ് ഇസ്രായേലിനും ഭാര്യ
ആയിരിക്കും. അല്ലെങ്കിൽ ഭർത്താവ് മിസ്രൈമിനും ഭാര്യ ഇസ്രായേൽ വംശത്തിൽപ്പെട്ടതുമായിരിക്കും. ഇങ്ങനെ സമ്മിശ്രജാതി അവരും കൂടെ പ്രവർത്തിക്കും. മാത്രമല്ല ചിലർ ദൈവം അവർക്ക് ഇസ്രായേലിൽ ചെയ്ത അത്ഭുതങ്ങളും മിസ്രൈമിൽ ചെയ്ത 8-9 അത്ഭുതങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ കണ്ട് ആ ഇസ്രായേലിലെ ദൈവമാ സത്യദൈവം അറിഞ്ഞ് മാറ്റമൊന്നുമില്ല കൂട്ടത്തിൽ പുറപ്പെട്ടു. അവരും വിചാരിച്ചത് ചെങ്കടലിൽ കടന്ന അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ അതിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ ഉടനെ കനാനാണെന്ന് അവരും ധരിച്ച് വാഗ്ദത്തനാട്ടിന് പുറപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ വലിയ തലവേദനയായി. ഇതുപോലെ തന്നെ ഇന്നും സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവസഭ ദൂഷിക്കപ്പെടുന്നു. മാത്രമല്ല ഇന്നത്തെ പ്രസംഗങ്ങൾ കാശുണ്ടാക്കാനുള്ള മാർഗമായി മാറുന്നു. സുഖലോലുപതിക്ക് മുൻതൂക്കം കൊടുക്കുന്നു. ലോകത്തിൽ അലങ്കരിച്ച് നടക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുന്നു. വാസ്തവം പറഞ്ഞാൽ വിശ്വാസിയുടെ വേഷം എത്ര വേഷം മാത്രമല്ല, ജീവിതം എത്ര മാതൃകാപരമായിരിക്കണം. എന്നാൽ ഇന്നോ ഈ വേറൊരു സുവിശേഷമായി മാറി എല്ലാ കപടമായ നിലയിൽ ജനം വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നാം ഇന്ന് കാണുന്നു. സത്യം അതല്ലേ? അങ്ങനൊന്നും അല്ലാന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. കൈ എന്ന് പൊക്കിയാലോണ്ട് രക്ഷിക്കപ്പെട്ടു. ഒരാൾ പറഞ്ഞിരുന്ന പ്രാർത്ഥന ഏറ്റു പറഞ്ഞാൽ അങ്ങ് രക്ഷിക്കപ്പെട്ടു. യാതൊരു മനസാന്തരം ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവവചനം നേരെ മറിച്ചാണ്. എന്തിനു വേണ്ടി ജനിപ്പിച്ചു? എന്തുകൊണ്ട് വേണ്ടി ജനിപ്പിച്ചു? എന്തിനാൽ? കിടന്ന ബീജത്താലല്ല, കിടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വേണ്ടി ജനിപ്പിച്ചു. എന്തിനാ? ദൈവികമായ എല്ലാം ആവശ്യമാക്കണം. മാത്രമല്ല കർത്താവ് കർഷകൻ അനുഭവിച്ചെന്തിന്? എഫെസ്യർ 5-26 വാക്യത്തിലുണ്ടല്ലോ, അവൻ അവളെ വചനത്തോട് ജലസ്ഥാനത്തിൽ വെടിപ്പാക്കി. ഇന്ന് അതാകെപ്പാടെ വായിക്കുന്ന കല്യാണത്തിന് മാത്രമേ ഉള്ളൂ. അതും പലയിടത്തും ഇല്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വളരെ 10,500 പേര് കൂടിയ ഒരു ഉപവാസത്തിൽ പങ്കെടുത്തു. അതിനകത്ത് മനോഹരമായിരുന്നില്ല. വാചാലമായ വാക്കുകൾ, വശീകരണമായ വാക്കുകൾ, പക്ഷേ ദൈവവചനത്തിന് സ്ഥാനമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതല്ലേ ഇന്ന് കാണുന്നത്. വ്യക്തമായ ദൈവവചനം പറഞ്ഞു, അവൻ അവളെ വനത്തോട് ജലസ്ഥാനത്തിൽ വെടിപ്പാക്കി. എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ ഞാൻ ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്കാം. അവൻ അവളെ വനത്തോട് ജലസ്ഥാനത്താൽ വെടിപ്പാക്കി, വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തേജസ്സോടെ മുൻനിർത്താൻ ഇന്ന് നല്ല ശതമാനത്തിനും അവിശ്വാസമില്ല, ആ ചിന്തയുമില്ല. അതിൻ്റെ ഫലമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു പ്രത്യാശയുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ മുന്നോട്ട് പോകുന്നു, വിശ്വാസികളും മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ്റെ ആലോചന പ്രാപിച്ച് അവൻ്റെ ജനത്തെ സകല സത്യത്തിലും ദൈവാത്മാ സഹായത്തോടെ നടത്തുന്ന ആളുകൾ ചുരുക്കം ആയി മാറി. നമുക്കൊരു തേജസ്സേറിയ വീണ്ടും ജനിച്ചവർക്ക്, നമുക്ക് എല്ലാവർക്കും അല്ല, ദൈവവചനപ്രകാരം എന്നേക്കും നിലനിൽക്കുന്ന സുസ്ഥിരമായ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവവചനപ്രകാരം വീണ്ടും ജനിച്ച അവരെ ഒരു അവകാശത്തിനായി സൂക്ഷിച്ച് ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് വരെ. അപ്പോൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച അപ്പോസ്തലന്മാർ പലരും ഞാൻ പറഞ്ഞു, പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു. എന്താ തേജസ്സിനെ കുറിച്ച്? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്. ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസമോ ഇന്നത്തെ കഷ്ടതയല്ല. എന്നാൽ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തും ദൈവജനം വളരെ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ചൈനയിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ പോട്ടെ,
ഇറാനിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അത് ജീവനും കൊണ്ട് ചിലപ്പോൾ സമാധാനം പറയേണ്ട കാര്യമാണ്, വില കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും അവരെ നിർത്തുന്ന ഘടകം എന്താണ്? നമുക്കില്ലാത്തതും നമുക്ക് അന്യം നിന്ന് പോയ എന്താണ് അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും പൊലിയോ എന്നാ വേണം, അതിനെ പർവ്വതീകരിക്കും. വലിയ പോരാട്ടം, വലിയ പ്രശ്നം, കഷ്ടതയുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ നിരാശപ്പെട്ടു പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ട് കക്ഷത്തെ എന്തുകൊണ്ട് സഹിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കയിലും നൈജീരിയയിലും മറ്റും എന്തുമാത്രം ഉപദ്രവം അനുഭവിക്കുന്നു. ചൈനയിൽ വിശ്വാസിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വളരെ ഉപദ്രവം നേരിടുന്നു. ഇറാനിലും അതുപോലെ, അഫ്ഗാനിസ്ഥാനിലും അതുപോലെ, ഭാരതത്തിൽ പോലും പല സംസ്ഥാനങ്ങളിലും വിശ്വാസികൾക്കെതിരെ പലവിധ പോരാട്ടങ്ങൾ വരുന്നല്ലോ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, രസകരമായൊരു കാഴ്ചയുണ്ട്. ഒരു വീഡിയോ ക്ലിപ്പ് റൈപ്പൂരിലോ ആ ഭാഗത്ത് ഛത്തീസ്ഗഡിൽ എവിടെയോ ജനം ഒന്നിച്ചുകൂടി ഇംഗ്ലാവ് വിളിക്കുന്നു. നോക്കണം എന്തുകൊണ്ട് അവരത് ചെയ്തു. പുസ്തകം പറയുന്നു, ദൈവഹിതപ്രകാരം 10 സ്നേഹത്തിലുണ്ടല്ലോ, ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവൻ അങ്ങോട്ട് പ്രതികാരം ചെയ്യാതെ ന്യായമായി വിധിക്കുന്ന കയ്യിൽ കാര്യം ഏൽപ്പിക്കത്രേ വേണ്ടത്. ദൈവം അത് കൈകാര്യം ചെയ്യും. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലല്ലോ. പണ്ട് ദൈവമക്കൾ കഷ്ടതയോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ അവർ ചെയ്തത് ദൈവത്തോട് നിലവിളിക്കും. ഉപദ്രവം അനുഭവിച്ചാൽ ചാർച്ചക്കാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്നൊക്കെ ഉപദ്രവം ഉണ്ടായാൽ ദൈവമക്കൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കും, ദൈവമോട് പ്രവർത്തിക്കും. എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ്. ഇൻക്ലാബ് സിന്ദാബാദുമായിട്ടാണ് പ്രതിഷേധ റാലി. അതിൻ്റെ അർത്ഥം ഭാവിയെക്കുറിച്ചുള്ള ശരിയായ ബോധമില്ല. ഞാൻ എന്തിനായി വിളിക്കപ്പെട്ടോ, എൻ്റെ ഭാവി എന്താ, ഇത് ജനത്തെ പഠിപ്പിക്കാൻ ഉപദേശകരും തയ്യാറില്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്ന ദൈവാസന്മാർ ദൈവജനത്തെ വചനത്തിൽ ഉറപ്പിച്ചു. അവർ ജനത്തിന് വേണ്ടി ദൈവരാപ്പകൽ ഇടിവിൽ നിന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി സഭയിൽ പ്രവർത്തിച്ചു. ഇന്ന് ആത്മാവിൻ്റെ പ്രവർത്തനമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വല്ലാത്ത പരുത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അപൂർവ കാര്യമാണ്, ഇത് പറയാൻ പാടില്ല. നമുക്ക് അവകാശമുണ്ട്, നമ്മൾ പൗരന്മാരാണ്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു അത് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. റോമർ 8:18 പൗലോസ് പറഞ്ഞത് നമ്മിൽ വെളിപ്പെട്ടു പോകാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പോൾ തേജസ് കണക്കിലെടുത്താൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന തേജസിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ ആ തേജസിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഭാവി എന്താണെന്നുള്ള ശരിയായ ബോധം വിശ്വാസികൾക്കില്ലാത്തത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്ന പലതും പോലും. ഇന്ന് ആ കാര്യം അതൊരു ശാപമാണെന്നല്ലേ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുറകെ ജനം ഓടിക്കൊടുന്നേ. പക്ഷേ തറപ്പിച്ച് പറയട്ടെ, അന്ന് എണ്ണമറ്റ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയ സമയത്ത് പൗലോസ് വല്ല കഷ്ടവും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായം എന്ന് വായിച്ചാൽ മതി, അത് കാണും. എത്ര പ്രാവശ്യം അടികൊണ്ടു, എത്ര പ്രാവശ്യം കപ്പൽ ജയത്തിലാകപ്പെട്ടു, ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട്. ആ പൗലോസ് മാത്രമല്ല, ഈ റോമാലേഖനത്തിൽ തന്നെ അവൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറഞ്ഞ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു ശക്തിക്കോ യേശുവിൻ്റെ സ്നേഹത്തിന് വേർപിരിപ്പാൻ സാധ്യമല്ല. എന്താ കാരണം? ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക്, അല്ലെങ്കിൽ ഇത് താൽക്കാലികമാണ്. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞത്, അവൻ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നോട് നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർ, അല്ലെങ്കിൽ ഞാൻ കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചവനാണ്
എനിക്കായി ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശം ഒരുക്കിയിരിക്കുന്നു. ഞാൻ തേജസ്സോടെ അവൻ്റെ മുമ്പിൽ എന്നെ നിർത്താനാണ് യേശു കഷ്ടം സഹിച്ചത്. എനിക്കൊരു വലിയ ഭാവിയുണ്ട്, അതിനായി ഞാൻ ഒരുങ്ങണം. അതിനിടയ്ക്ക് എന്നെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തണം. വക്രതയും കൂട്ടമുള്ള ഈ തലമുറയിൽ ഞാൻ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജോസഫ് പോലെ സൂര്യനെ പോലെ പ്രകാശം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ന്യൂനപക്ഷം അവിടെയായിട്ടൊക്കെ ഉണ്ട്. ഇന്നുകൊണ്ട് അവരെ ലോകം അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് കഷ്ടത വന്നാലും സാരമില്ല. ഇത് സാരമില്ല. നിന്ന വന്നാലും സാരമില്ല. ഉപദ്രവം വന്നാലും സാരമില്ല. ഒത്തിരി അനുഭവങ്ങൾ പറയാണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എന്നെക്കുറിച്ച് പറയാനല്ലല്ലോ, എൻ്റെ കർത്താവിനെ ഓർത്താനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ കാരണം എന്താണെന്നറിയോ? ഒരു താരതമ്യമാണ് ഈ POC വഴിയുള്ള തുലനം ചെയ്യുമ്പോൾ എഴുതിയിരിക്കുന്നത്. തുലനം ചെയ്യുമ്പോൾ വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് എൻ്റെ കുറിച്ച് 4-ാമത്തേത് നോടി നേരത്തേക്ക് അതുമായി തുലനം ചെയ്യുമ്പോൾ നോടി നേരത്തേക്ക് മാത്രമല്ല ലഘുവായ കഷ്ടം. അങ്ങനെ ആ രക്തസാക്ഷികളുടെ പുസ്തകം വായിച്ച സമയത്ത് ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഇംഗ്ലണ്ടിൽ ലാറ്റിമറും റിഡ്ലി എന്ന് പേരുള്ള 2 ബിഷപ്പുമാർ അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അപ്പോൾ ഒരാൾ മറ്റേ ആളോട് പറയുന്നൊരു വാചകം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബ്രദർ, അവർ 2 പേരും അന്യോന്യം പറയുകയാണ്, ആഫ്റ്റർ ദ ഷാർപ്പ് ബ്രേക്ക്ഫാസ്റ്റ് വി വിൽ ഡൈൻ വിത്ത് അവർ ലോർഡ്. ഈ കഠിനമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം രാവിലെ അവരെ ദഹിപ്പിക്കുകയാണ്. ആ ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ആഫ്റ്റർ ദ ഷാർപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, ഈ കഠിനമായ മൂർച്ചയേറിയ പ്രഭാത ഭക്ഷണത്തിന് ശേഷം വിൽ ഡൈൻ വിത്ത് അവർ ലോർഡ്. നമ്മൾ കർത്താവിനോട് ഭക്ഷണം കഴിക്കും. നോക്കണേ ആ പോരാട്ടത്തെ കണ്ടത്. ഇതാണ് ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള, തേജസ്സിനെ കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രാപിച്ച ദൈവത്തിൻ്റെ ലക്ഷണം. പൗലോസ് അനുഭവിച്ച മുഴുവൻ അവന് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിത്യതയസ് ഇറ്റേണൽ, അത് ഒരിക്കലും ഒതുങ്ങുന്നില്ല. ഇവിടെ 10, 30, 40 വർഷം പാടുപെട്ടെങ്കിൽ നിത്യ യുഗായുഗങ്ങൾ ആ പ്രത്യാശ ദൈവത്തിനില്ലല്ലോ, ആ സന്തോഷം ദൈവത്തിനില്ലല്ലോ. ഒരു ചെറിയ ഭാരം വരുമ്പോഴേക്ക്, ചെറിയ നിസ്സാര പ്രശ്നം വരുമ്പോഴേക്ക് പുറകുന്നു, ദൈവത്തിന് കർത്താവിനെ തള്ളിപ്പറയുന്നു. എത്ര ദുഃഖകരം! നമുക്കിത് സാധിക്കും. ജീവിത പ്രശ്നങ്ങളെ നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നാം ഈ ലോകത്തുള്ളവരല്ല. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു പറഞ്ഞായിരുന്നു, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. പക്ഷേ ഇന്നുള്ള എല്ലാ വിശ്വാസങ്ങളെ കുറിച്ചും അങ്ങുള്ള വിശേഷണം പറ്റത്തില്ല. കാരണം ലോകത്തിൽ മുഴുകി കിടക്കുക. എന്നാ ഉണ്ട്, വേർപെട്ടവർ ഉണ്ട്, കർത്താവിന് വേണ്ടി വീറോട് നിൽക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ ആഡംബരങ്ങളോ, ലോകത്തിൻ്റെ പ്രതാപങ്ങളോ, ലോകത്തിൻ്റെ സൗകര്യങ്ങളോ, ലോകത്തിൻ്റെ മാലിന്യമോ, ലോകത്തിൻ്റെ പദവിയോ ഒന്നും നോക്കാതെ അതെല്ലാം വേണ്ടാന്ന് വെച്ചോ കർത്താവിനോട് നിൽക്കുന്നവർ ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നിത്യതയുടെ വെളിച്ചത്തിൽ നാം അതിനെ കാണുന്നെങ്കിൽ അത് നമുക്ക് നിസ്സാരമായിരുന്നു. നാം ഒറ്റപ്പെട്ടു പോയേക്കാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സാരമില്ല. കൂടെ വന്നവർ, മക്കളെ പോലെ വളർത്തിയവർ, സ്നേഹിച്ചവർ ഒരു കാരണമില്ല തള്ളി പറഞ്ഞു പോയിട്ടുണ്ട്. നീ കുഴപ്പമില്ല. കർത്താവ് തള്ളി പറഞ്ഞ നമ്മുടെ കൈ കൊണ്ട് ഇപ്പോൾ അവർ വ്യാജം പറഞ്ഞാലും നമ്മളിൽ നിന്ന്
നേർക്ക് നേരെ എന്ന് സംസാരിക്കുമ്പോൾ ഒരു തിക്താനുഭവം അവർക്കുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടാനില്ലല്ലോ. കർത്താവ് കൂടുണ്ടെങ്കിൽ, അവൻ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നടത്തുന്നെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടാവില്ല. അപ്പോൾ ചുരുക്കം ഇതാണ്, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഭാവി എന്തെന്ന്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന പറയുന്നവർ ഭാവിയെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ വീണ്ടും ജനനം ശരിയായ ജനനമാണോ? ദൈവപ്രകാരം വീണ്ടും ജനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ലക്ഷണം കാണും. അവൻ്റെ സ്വഭാവം നമ്മൾ കാണും. കാരണം അവൻ്റെ വിത്ത് നമ്മളുണ്ടല്ലോ. അവൻ ഭാവിയെക്കുറിച്ച് പ്രത്യേകിച്ച് രണ്ട് വാക്യങ്ങൾ, പഴയ നിയമത്തിലെ 2 പുസ്തകങ്ങളായിട്ടുണ്ട്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി തോന്നുന്നു എന്ന് സദൃശവാക്യം 30-ാം അധ്യായത്തിലാണ്. വിലാപങ്ങൾ 1-ാം അധ്യായത്തിൽ തന്നെ അവൾ ഭാവികാലം ഓർത്തില്ല എന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവിയെ മറക്കല്ലേ. ഭാവി നിത്യമായൊരു ഭാവി, ലോകത്തിലെ ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത നിത്യമായൊരു ഭാവി നമുക്കുണ്ട്. അതിനായി ഒരുങ്ങാം. ആ വരാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കാം. ഇവിടെ സംഭവിക്കുന്നതിനെല്ലാം നമുക്ക് അല്പമായി എണ്ണി കർത്താവിനോട് അടുത്ത് അവയെല്ലാം ഒന്നിനൊന്നിന് നമ്മെ നമ്മുടെ കർത്താവിനോട് അടുപ്പിക്കാനുള്ള ബോധ്യത്തോടെ നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. അല്ല എങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ആത്മീയ സമൂഹം എന്ന് പേര് പറയുന്ന ഇന്നത്തെ ആത്മീയ കൂട്ടത്തിൻ്റെ അപകടകരമായ പോക്കിൽ നാം അകപ്പെട്ടു പോകല്ലേ. നിത്യതയ്ക്കായൊരുങ്ങാം. തേസിൽ ആവശ്യമായതുപോലെ തേസിൽ യേശുവൻ പൊന്മുഖൻ ഞാൻ കാണും. കാലമേറ്റം ആസന്നമേ, അതൻ ആശേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൽ പ്രദീപമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി ഒരുങ്ങാം. അതിൽ നിന്ന് ഒരു ശക്തിയും നമ്മെ പിന്തിരിപ്പിക്കരുത്. ലോകത്തിലെ ഒരു നേട്ടവും അതിന് പാരമല്ല. അത് നമ്മെ കീഴ്പ്പെടുത്തരുതേ. വളരെ ശ്രദ്ധിക്കുക. നമുക്കായി സ്വർഗത്തിൽ നിന്ന് സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഈ ലോകത്തിനല്ല. ക്ഷയിക്കാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒന്നും നമുക്കായി ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശം നമ്മെ പങ്കാളികളാക്കിയിരിക്കുന്നു. ആകിയാൽ ആ ചിന്തയാൽ, ആ ബോധത്തിൽ നമ്മുടെ നാളുകൾ കഴിക്കാം. ദൈവമായ കർത്താവ് മാത്രമല്ല, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം നിത്യതയുടെ വെളിച്ചത്തിൽ നേരിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ സന്തോഷിച്ച്, മാത്രമല്ല അതെല്ലാം തേസിൻ്റെ നിത്യഘനം നമുക്ക് കിട്ടാൻ കാരണമാകുന്നു. ഏതുമാകും. അപ്പം കഷ്ടത കൂടിയാൽ അവിടെ തേസ് കൂടി. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ തീർച്ചയായിട്ടും നാം സന്തോഷിക്കും. ഒന്നിലും തളരത്തില്ല. കർത്താവിനെ മുറുകെ പിടിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് അല്പം കൂടി ചിന്തിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായ സ്തോത്രം. ഞങ്ങൾ വെളിപ്പെടുവാനുള്ള തേസ് ചിന്തിച്ചാൽ ഇവിടെ ഉള്ള കഷ്ടമൊന്നും സാരമില്ലല്ലോ. ആ ബോധം ഞങ്ങൾ തരണമേ. എന്തിനായി ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചു കർത്താവെ? എന്തിനായി അങ്ങേ കഷ്ടം സഹിച്ചു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു, വിശദമായി ചിന്തിച്ചു. കർത്താവെ, അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആരും ആ തേസം മഹിമയാണ് മറക്കാനാവാത്ത, വർണ്ണിക്കാനാവാത്ത ആ തേസിൽ നിന്ന് അനുപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.